ഞാൻ ഡ്രാമ എന്ന് പറയുന്നത് ഡ്രാമ അല്ല, അതൊന്ന് ഞാൻ 2 സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് അറിയാണ്ട് ഞാനത് കട്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആക്കാൻ വിചാരിക്കുന്നുണ്ട്. അതൊരു വീഡിയോ, പിന്നെ ഇത് കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും, കാരണം കുറേ സമയം ഉൾപ്പെടല്ലേ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് വലുതായിരിക്കും. നമുക്ക് ഡ്രാമ കാണാം. നിങ്ങളത് പറയണം ഞാൻ എന്തായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് കേട്ടോ. ഫസ്റ്റ് ഞാൻ അങ്ങനെ കുറേ ഡ്രാമ ഞാൻ കാണിച്ചു തരും. ആ ഡ്രാമയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡ്രാമ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ആക്ടർ, ഇപ്പോൾ ഒരു എന്താ പറയുക, കാക്കയാണ് വിചാരിക്കും. കാക്കയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാക്കേനെ പോലെ ഇതാക്കും. എന്നിട്ട് കാക്ക നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതാണ് സംഭവം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. കാക്കയാണെന്നിരിക്കും ഞാൻ പറഞ്ഞു. ആ ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കണം കാക്ക. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ഞാൻ സാധനം എന്താന്ന് മനസ്സിലായോ? ഞാൻ ടൈം തരാം. ഞാൻ പറ, ഒരു 10 സെക്കൻഡ് തരാം. 1 2 3 4 5 6 7 8 9 10 കഴിഞ്ഞു. കുയി. നെക്സ്റ്റ് ഞാൻ സൗണ്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ. സൗണ്ട് ഉണ്ടാക്കുന്ന ചിലപ്പോൾ കിടന്ന് മനസ്സിലാവും. അതുകൊണ്ട് അതിപ്പോൾ ഞാൻ സൗണ്ടിൽ ഉണ്ടാക്കുന്നത്. അടുത്ത മനസ്സിലായോ? ഞാൻ പിന്നെ ഇതിന് ചെറിയൊരു സൗണ്ട് തന്നിട്ടുണ്ട്. സൗണ്ടില്ലാണ് നമുക്ക് ആക്ട് ചെയ്യുമ്പോൾ മനസ്സിലാകാൻ ചാൻസ് ഇല്ല. പക്ഷെ അടുത്തൊരു എന്തായാലും സൗണ്ട് ഉണ്ടാക്കില്ല കേട്ടോ. എനിക്ക് വേഗം മനസ്സിലാവണം. 1 2 3 4 5 6 7 8 9 10 സമയം കഴിഞ്ഞു. ആൻസർ ഈസ് പൂച്ച. അപ്പം നമുക്കിനി അടുത്തതിലേക്ക് കിടക്കാം കേട്ടോ. മീൻസ് ക്യാറ്റാണ്. ഞാൻ നേരത്തെ അഭിനയിച്ചത് ഇപ്പം അഭിനയിക്കണം നോക്കി. മനസ്സിലായോ? ഇത് തരാം. 1 2 3 4 5 6 7 8 9 10. ഇത് എനിക്ക് എൻജോയ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നല്ലേ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ കൂടെ ഗെയിം കളിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഞാൻ നെക്സ്റ്റ് നാളെ കിട്ടി. മനസ്സിലായോ? 1 2 3 4 5 6 7 8 9 10. ആൻസർ ഈസ് എലിഫന്റ്. ആന. അപ്പം നെക്സ്റ്റ് ആന എവിടെയാണ്? മനസ്സിലായോ? 1 2 3 4 5 6 7 8 9 10. എനിക്ക് തോന്നുന്നു അടുത്ത നിങ്ങൾക്ക് ഭയങ്കര ടഫാണെന്നാണ്. മീൻസ് പറക്കാണ് കേട്ടോ ഗൈസ്. ഇത് എന്താ പറയുക, കാലം എനിക്ക് പറക്കാനില്ലല്ലോ, അതുകൊണ്ട് പറക്കാട്ടോ.
മനസ്സിലായി? ഇത് അത്യാവശ്യം എല്ലാ സ്ഥലത്തും കാണാം. അറിയണേ 1 2 3 4 5 6 7 8 9 10. It's a fly. ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ചെവിയിൽ ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയല്ലോ, അതാണ്. പിന്നെ ഇതാണിപ്പോൾ സംഭവം. ഞാൻ ഗേറ്റ് അടിച്ചിട്ട് വരാം കേട്ടോ, കാരണം അവിടെ മാങ്ങ പറിക്കുന്നുണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ട് ഞാൻ അത്രയും താഴെ. അങ്ങോട്ട് പോയപ്പോൾ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു, കാരണം അങ്ങോട്ട് എന്താ പറയുക, എൻ്റെ തല മാങ്ങോട്ട് അടിച്ച് അടല്ലേ. നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു ആക്ഷനാണ് കാണിച്ചു തരാം. ഇപ്പോൾ എക്സാമ്പിളിന് ഞാനിപ്പോൾ എന്താക്കും, കുയിലും കാക്കയും കൂടെ അടി ഉണ്ടാക്കാൻ വിചാരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ തുണ്ട് അങ്ങനെ ആക്കും കേട്ടോ, മനസ്സിലായോ? ഇത് അങ്ങനെ ആക്കും കേട്ടോ. അതാണിപ്പോൾ നമ്മുടെ ഇത് ആക്ഷൻ ചെയ്യാൻ ആരൊക്കെയാണ് വഴക്കിടുന്നത്. അതിന് ഞാൻ ഒരു 15 വേണ്ട 12 സെക്കൻഡ്സ് തരാം. ഓക്കെ, ഒരു സ്റ്റോറി എക്സാമ്പിൾ. സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ആക്ഷൻ. എനിക്ക് മനസ്സിലായല്ലോ. നമുക്കൊരു ഓട്ടം മത്സരം നടത്തിയാലോ? ഈ പക്കെ നടക്കും. വരും 3 2 1. അവൻ പതുക്കെ വരും. ഒരല്പം നേരം വിശ്രമിക്കാം. മനസ്സിലായോ? കല്യാൺ ക്യാരക്ടേഴ്സിനൊക്കെ ചെറുതായിട്ട് പറയുന്നുണ്ട്. 1 2 3 4 5 6. ഞാൻ കൈ കൊണ്ടാക്കാം കേട്ടോ. ഗൈസ്, ആമയും മയിലും കൂടെ ലോട്ട മത്സരം. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്റ്റോറി ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റോറി ആണെങ്കിൽ, ഇപ്പം ഞാൻ എലിഫൻറ്റും ഉറുമ്പും കൂടെ ഇങ്ങനെ കളിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം. എലിഫൻറ്റും ഉറുമ്പും അങ്ങനെ പറയാം, മെയിൻ ക്യാരക്ടേഴ്സ്. ഓക്കെ ഓക്കെ അല്ല സോറി അയ്യോ രക്ഷിക്കൂ അല്ല രക്ഷിക്കൂ ഞാൻ മുങ്ങി പോകുന്നേ. അയ്യോ രക്ഷിക്കൂ. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, ഒറ്റ സുഹൃത്തുക്കളായിരിക്കും. നീ എൻ്റെ ജീവൻ രക്ഷിച്ചു, നന്ദി. പിന്നെ അതിനെ നല്ല തോന്നുന്നുണ്ടല്ലേ. അതിനെ അല്ല അത് സെറ്റ് ചെയ്യട്ടോ, അത് സെറ്റ് ചെയ്യാം. പോയി
മനസ്സിലായോ? എന്താ കിട്ടിയോ? പ്രാവും ഉറുമ്പും പ്രാവും. ഈ ഒരു ഇത് അവസാനിച്ച നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും നല്ല ഞാൻ കാണിച്ചെന്ന് വെറും ഒരു ആക്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നല്ലേ. ഇനി ഞാൻ ഇപ്പോൾ ഒരു അമ്മയുടെ സ്നേഹം, അങ്ങനെയുള്ളൊരു അമ്മേൻ്റെ സ്നേഹം, നമ്മുടെ ഫാമിലീൻ്റെ സ്നേഹം എന്നുള്ളൊരു, പിന്നെ നമ്മുടെ ഫാമിലീൻ്റെ സ്നേഹവും പിന്നെ പുറത്തുള്ള നമുക്കറിയാത്ത ആൾക്കാരുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫാമിലിയുടെ സ്നേഹം നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടെന്ന്. നിങ്ങളവർ കുറേ ശാസിക്കും, ചീത്ത പറയും. പക്ഷേ അവർ ചീത്ത പറയുന്നതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ, ചിലപ്പോൾ അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ അവർ ചീത്ത പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ വിചാരിക്കും ഞാൻ ഓടിയതിന് അമ്മ എന്തിനാ ചീത്ത പറയുന്നത്, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാർ ചീത്ത പറയുന്നത്. പക്ഷേ അതിനൊരു കാരണമുണ്ട്. അപ്പോൾ അതിനെന്താ കാരണം നിങ്ങൾക്കറിയാമോ? അത് നമ്മളിപ്പോൾ കൈവിട്ട് ഓടുകയെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ കൈവിട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു ആൾക്കാരുള്ള സ്ഥലത്തല്ലേ. ഇപ്പോൾ കൈവിട്ട് ഓടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മളെ കാണാൻ പറ്റില്ല, നമുക്ക് പിന്നെ അവരെയും കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മളെവിടെയോ ഇങ്ങനെ ഒറ്റയ്ക്കായി പോകും. നമ്മളങ്ങനെ അങ്ങനെ സ്ഥലത്തൊന്നും ഓടിപ്പോകരുത്, മനസ്സിലായോ? അങ്ങനത്തെ ഒരു കഥയാണ് ഞാനിപ്പോൾ അഭിനയിക്കാൻ പോകുന്നത്. അഭിനയിച്ചതിന് ശേഷം ഞാനതിൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നീ ഇങ്ങോട്ട് വന്നേ. അവർ കളിക്കുന്നുണ്ട്. അത് അവർക്ക് ഇപ്പോൾ ഫ്രീ ആയിരിക്കും. പക്ഷെ നമുക്കൊരു സ്ഥലത്ത് പോകാനില്ലേ? ഞാൻ മോനെ പിന്നെ എനിക്ക് പോയി കളിക്കണോ മോനെ? അവിടെ പോകരുന്നു ഞാൻ പറഞ്ഞില്ലേ. നിങ്ങളിങ്ങോട്ട് വന്നേ. ഞാൻ നീ വീഴും. നിൽക്ക്. ഇല്ല ഞാൻ നിൽക്കില്ല മമ്മി. പിടിക്കണ്ട. നിൽക്ക്. ഇതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ ചെയ്യും മോനെ. ഇതിപ്പോൾ എന്താക്കും? എനിക്ക് പേടിയൊന്നും ഒന്നുമില്ല. മമ്മി കരയണ്ട. എനിക്ക് കാണും. എനിക്കൊന്നും ഇവിടെ ഒന്നും ഹോസ്പിറ്റലില്ലല്ലോ. ഇപ്പം എന്ത് ചെയ്യും? ഞാൻ ഇവിടുന്ന് മോളെ ട്രീറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അതിനുള്ള സാധനങ്ങളുണ്ടോ നോക്കട്ടെ. ഞാൻ എവിടുന്നെങ്കിലും നമുക്ക് കൊണ്ടുവരാം കേട്ടോ. കേട്ടോ ഞാൻ മമ്മ പറഞ്ഞത് കേട്ടില്ല. എന്നോട് ക്ഷമിക്കും അമ്മ. അത് കുഴപ്പമില്ല അമ്മ. ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതുകൊണ്ടാണ് മമ്മി ചീത്ത പറയുന്നതും ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് മോളോട് ഇഷ്ടമല്ലായിട്ടല്ല. അതെ മമ്മ, എനിക്കിപ്പം മനസ്സിലായി. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ഗുണപാഠം പറയുന്നത് നമ്മുടെ അമ്മമാർ നമ്മുടെ ചീത്ത പറയുന്നത് അവർക്ക് നമ്മൾ ഇഷ്ടമല്ലായിട്ടല്ല, നമുക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പറയുന്നത്.
നമുക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും അമ്മമാർ പറയുന്നത് കേൾക്കുക കേട്ടോ. ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞതാണ്. അമ്മയും മോളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അമ്മ അവർ രണ്ടുപേരും എവിടെയോ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ മോള് അവരുടെ കൂട്ടുകാർ കളിക്കുന്നത് കണ്ടു. അതുകൊണ്ട് മോള് വേഗം പോയി അവരവിടെ കളിക്കണമെന്ന് വാശി പിടിച്ചു. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു, മോനെ ഇപ്പം കളിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ സമ്മതിച്ചല്ല, അവരോടി. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, മോൻ്റെ കാല് മുറി മുങ്ങുക. അങ്ങനെ അവൻ്റെ അമ്മ അവനെ പിറകെ ഓടി. പക്ഷേ അവൾ വിചാരിച്ചു അവളുടെ പിറകെ ഓടിക്കഴിഞ്ഞാൽ അവൻ ഓടുമ്പോൾ വീണു പോകുമെന്ന്. അവൾ അപ്പോൾ അവിടെ നിന്നു. പക്ഷേ അവൻ ഓടലിൽ നിർത്തിയില്ല. അവനോട് പറഞ്ഞു, മോനെ ഞാനൊന്നും ചെയ്യില്ല, പക്ഷേ നീ ഇവിടെ നിൽക്കൂ. പക്ഷേ അവൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓടിയപ്പോൾ അവളുടെ കാലിൽ പരുക്ക് പറ്റി. അപ്പോൾ അവൾക്ക് വളരെ വേദനിച്ചു. അപ്പോൾ അവളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അമ്മയ്ക്ക് വിചാരിച്ചു. അമ്മയ്ക്ക് വളരെ സങ്കടമായി അവൾക്ക് കാല് മുറിക്കുമ്പോൾ. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് എത്തിയതിന് ശേഷം അവൾ കരയാൻ തുടങ്ങി. പക്ഷേ അവളുടെ കുട്ടി പറഞ്ഞു, അമ്മ കരയണ്ട എന്ന്. ആ സമയം അവൾക്ക് അറിയാമായിരുന്നു അവിടെയൊന്നും ഹോസ്പിറ്റലില്ല. അതുകൊണ്ട് അവളുടെ മോളോട് പറഞ്ഞതിന് ശേഷം അവൾ അവളുടെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ വെച്ച് അവളെ ട്രീറ്റ് ചെയ്തു. അപ്പോൾ അവളുടെ മുറിവിൽ വെച്ച് കൊടുത്തു ബാൻഡേജ്. അപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. അപ്പോൾ അവൾക്ക് അവളുടെ തെറ്റ് മനസ്സിലായി. അന്ന് മുതൽ അവൾ പിന്നെ അമ്മ പറയുന്നത് അനുസരിക്കാതെ ഇരുന്നിട്ടില്ല. അപ്പോൾ അമ്മമാർ പറയുന്നതും അമ്മമാർ മാത്രമല്ല, നിങ്ങൾ ഫാമിലിനെ നോക്കണം. ഫാമിലി ചീത്ത പറയുന്നത് നമ്മളോട് സ്നേഹമില്ലായിട്ടല്ല, നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്. അമ്മ മാത്രമല്ല കേട്ടോ, അമ്മയും ഫാമിലിയും അച്ഛനും എല്ലാവരും, ചേച്ചിയും എല്ലാവരും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറയുന്നത് അനുസരിക്കുക. അപ്പോൾ ഒരു അനുഭവം വരുമ്പോൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുന്നത് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനും ഒരു കുട്ടിയല്ലേ? പക്ഷേ ഞാൻ കുട്ടിയാണ്.